നമ്മുടെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഓരോ ആളുകൾ വേണം. നല്ല സ്മാർട്ട് ആയിട്ടുള്ള പടപട ഗെയിം ചെയ്യാൻ പറ്റണ ലേഡീസ് ആണോ ജെന്റ്സ് ആണോ? പുരുഷന്മാരായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ. ഒരാള് രണ്ട് സൈഡിൽ നിന്ന് ഓരോരുത്തർ. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അജീഷ്. അജീഷ് എന്താ ചെയ്യുന്നേ? ഞാൻ ശില്പകലയിൽ ശില്പ നിർമ്മാണം പഠിക്കുകയാണ്. രാജശില്പിയാണ്. അതെ, രാജശില്പി ആവും നമ്മളല്ലേ. താടി മീശയൊക്കെ വരുന്നേ സാലു സെയിം കോഴ്സ് പഠിക്കുകയാണ് അല്ലേ. അമൃത ശില്പകല ക്ഷേത്രത്തിൽ നിന്നുള്ള ആളുകളാണ് അവർ രണ്ടുപേരും. ഓക്കെ, നമ്മൾ ഗെയിമിലേക്ക് പോവാണ്. നമുക്കൊരു ചെറിയ ഒരു കുഞ്ഞു ബോൾ വെച്ചിട്ടുള്ള ഒരു സ്മോൾ ഗെയിമാണ്. അപ്പോൾ ഗെയിം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പ്രോപ്പർട്ടി എന്താണെന്ന് കാണാം. ഇതൊരു റേസ് ആണ് കേട്ടോ. ഈ ബോളുകളാണ് ഇതിനകത്തെ പാർട്ടിസിപ്പൻസ്. ഓക്കെ, നമ്മുടെ മത്സരാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ടീമിനും ഞാൻ 2 കളർ ബോൾ വെച്ച് തരാം. ഓക്കെ, നിങ്ങളുടെ കളറ് റെഡ് ആൻഡ് ഗ്രീൻ. മറന്നു പോരുത്, റെഡ് ആൻഡ് ഗ്രീൻ ബോൾസ് ആണ് നിങ്ങളുടെ കളർ. ആൻഡ് നിങ്ങളുടെ കളറ് യെല്ലോ ആൻഡ് ബ്ലൂ, അതാണ് നിങ്ങളുടെ കളർ. ആൻഡ് നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമ്മളൊരു ചെറിയ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ കളറിലുള്ള ബോൾ പെട്ടെന്ന് ഓടി വന്ന് രണ്ടിലേത് വേണമെങ്കിലും ആവാം, എടുക്കുക, അത് ഇവിടെ വെക്കുക, ഇവിടുന്ന് ഊതി 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 ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു തടസ്സം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെട്ടിച്ച് ഇവിടുന്ന് ഊതി 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 മാത്രം, കൈകൊണ്ട് തൊടാൻ പാടില്ല, ഊതി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ താഴെയുള്ള ബക്കറ്റിലിടുക. അതാണ് ഗെയിം. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈസൻസ് കൈ തരുന്നത്. അതെ, പിന്നെ നിങ്ങൾക്ക് എന്ത് വണ്ടി ഓടിക്കാവുന്നതാണ്, ഏത് ട്രാക്കിൽ കൂടെ. ഓക്കെ, സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ടൈം സ്റ്റാർട്ട്സ്. അങ്ങനെ നമ്മുടെ വിൻ ചെയ്യുന്ന ടീമാണ് ഈ പ്രാവശ്യം വിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒറ്റ ബോളിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവർ 4 ബോള്, ഇവർ 3 ബോള്. ഒറ്റ ബോളിന്റെ വ്യത്യാസത്തിൽ പോട്ടെ വിലാസ് ചേട്ടാ, ഇത്തവണത്തേക്ക് പോട്ടെ, സാരല്ല. വിൻ ചെയ്യുന്ന ടീം അങ്ങനെ വീണ്ടും വിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ. സോ നമുക്കൊരു ചെറിയ സമ്മാനം ഉണ്ട്. പേരെന്താ പറഞ്ഞേ? അജീഷ്. അജീഷാണ് ഊതിയത്. നിങ്ങൾ സൈഡിൽ നിന്ന് പ്രോത്സാഹന കമ്മിറ്റി അല്ലായിരുന്നോ? ഞാനല്ലേ കാറ്റ് കൊടുത്തു. ഓക്കെ, സോ അജീഷിന് നമ്മുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു സമ്മാനം നമുക്ക് കൊടുക്കാം. ഉല്ലാസ് ചേട്ടാ, നിങ്ങൾ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഗിഫ്റ്റ് കൂടെ വാ. നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിനായി ഒരു 1 man ഷോയുമായി നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു ജീവൻ. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ എന്ത് ചെയ്യണു? ഞാനിപ്പോ ടൈൽസിന്റെ വർക്കാണ്. ഓക്കെ, അപ്പം കൂടെ ഈ കലാജീവിതം ടൈൽസിന്റെ ഒരു നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് സാധനം എടുത്തു കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലോർ ഒട്ടിക്കുന്ന. ഓക്കെ ജീവൻ, അപ്പൊ എന്താണ് ജീവൻ ഇന്ന് നമുക്ക് വേണ്ടി തരാൻ പോകുന്ന സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് നടന്മാരുടെ സൗണ്ട് അനുകരിക്കും. അതിൽ ആദ്യം തന്നെ സൂര്യകൃഷ്ണ അദ്ദേഹത്തിന്റെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ്.
എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കില്ല. ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ മേത്തെടുത്ത് തട്ടിയത് മുട്ടിയത് ഇരിക്കും. പക്ഷേ അതിനൊക്കെ മറ്റേ അർത്ഥം കണ്ട് കണ്ണീർ ഒലിപ്പിക്കുന്നത് അവളുടെ മനസ്സിൽ പതായത് കൊണ്ടാ. അതിനൊക്കെ പള്ളിക്കുടത്തിന്റെ പടിവാതിൽ പോലും കാണാത്തവൻ വരവെച്ചു ബാപ്പ് ഗോപതൊക്കെ പറഞ്ഞ് ആജാപിച്ച രമേശന്റെ പട്ടി പറയും ബാപ്പ്. യെസ്, സുരേഷ് കൃഷ്ണയുടെ ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി എന്താ അടുത്തത്? എന്താ അടുത്തത് രഞ്ജി പണിക്കർ സാറിന്റെ ആട് വണ്ണിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായ ഒരു ഡയലോഗ് തോക്കുണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ അതാണ് എന്റെ ഒരു മാസ്റ്റർ പീസ്. ഇപ്പൊ ഏത് സ്റ്റേജിൽ ചെയ്താലും ഓക്കെ. അപ്പൊ ജീവന്റെ മാസ്റ്റർ പീസ് ഇറക്കാൻ പോവാണ്. രഞ്ജി പണിക്കർ, മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് നടനും ഒക്കെ ആയ രഞ്ജി പണിക്കറിന്റെ ശബ്ദം. ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ പറഞ്ഞു കുറെ ഉണ്ടാക്കുമെന്ന്. നോക്കടാ തോക്ക്, ഇനി ഇത് പൊട്ടുവന്നായിരിക്കും. ആ കൂമ്പലേക്ക് നോക്കോ, നിന്റെ കൂമ്പല്ലടാ ആ വാഴയുടെ കൂമ്പ്. എന്റെ കയറി കൊഞ്ചു വന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്നോടാ നാറികളെ. ആ അടിപൊളി, നന്നായിട്ട് ചെയ്തു അല്ലേ? ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് നമ്മുടെ ഇപ്പൊ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ബാബുരാജ്. അദ്ദേഹം ബാബുരാജ്. ഓക്കെ, 2 രാധാസ്. ശരി, ഓക്കെ. എന്റെ ശേഖരമ്മാമേ വാഴയെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മുന്നിലൊക്കെ കൊലയാ. വാഴ പിണ്ടി തോരൻ പിണ്ടി പെരുന്നാള്. എല്ലേലും കുട്ടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. കൃഷ്ണേട്ടാ 2 രാധാസ്. 2 രാധാസിലാണ് നമുക്ക് അത് അവസാനിപ്പിക്കാൻ. അതെ അതെ, ആ 2 രാധാസ് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് തന്നെ മാറ്റിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പം ഇനി എന്താണ് അടുത്തത്? ശശി കലിംഗയുടെ ഒരു ശശി കലിംഗ. ഓക്കെ, പറയാനുണ്ടോ ചേച്ചിക്ക്? അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ആമയിലെ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശശി കലിംഗ എന്ന് പറയുമ്പോഴേക്കും ചേച്ചിക്ക് വേണ്ടി ആമയിലെ ഡയലോഗ് അത് തന്നെയായിരുന്നു പറയാനിരുന്നത് അല്ലേ? സത്യം പറ. ഓക്കെ ശരി, അപ്പൊ ആമയിലെ ഡയലോഗ് കേൾക്കാം നമുക്ക്. ഇനി അങ്ങോട്ട് ഈ ഗീബർ തീരുമാനം നടത്തുന്നത് പള്ളിയല്ല, ഈ ചാച്ചപ്പന. അതിന് നീ എത്ര കാറ്റ് വേണമെങ്കിലും ഈ ചാച്ചപ്പൻ പുളിങ്കുതി പോലെ പൊട്ടിക്കും. എന്നോട് ഗീബർക്ക് പുണ്യാലം പറഞ്ഞിട്ടാ. ആ യെസ്, ശശി കലിംഗ, അതും പെർഫെക്റ്റ് ആയിരുന്നു. ഇനി എന്താണ് ജീവൻ അടുത്തത്? മിമിക്രി രംഗത്തിലൂടെ കടന്നു വന്ന നമ്മുടെ സംവിധായകൻ ഡയറക്ടർ സിദ്ദിഖ് ഡയറക്ടർ സാറിന്റെ സിദ്ദിഖ്. അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അപ്പോ സുരാജ് ഏട്ടനും ഇടക്ക് കയറും, ഉർവശി ചേച്ചി ഇടക്ക് കയറും. അതെ, നിങ്ങൾ ചെയ്ത സ്കിറ്റ് വളരെയധികം നന്നായിരുന്നു. കാരണം നിങ്ങളുടെ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടർ ഇടയ്ക്കിടയ്ക്ക് മിസ്. അതെ അതെ, സുരാജ് പറഞ്ഞതും കറക്റ്റാണ്, ഉർവശി പറഞ്ഞതും കറക്റ്റാണ്. ഞാൻ പറയുന്നത് മാത്രം ഈയിടെയായിട്ട് കറക്റ്റ് അല്ല. ഇനി ബാബു നമ്പൂതിരിയുടെ സൗണ്ട് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സത്യത്തിൽ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ മൈദ കൊണ്ട് അടിച്ചു വരുത്തുണ്ടാക്കി ആ ഒരു സൗണ്ട്. പകൽപൂരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു യക്ഷയായിട്ടുള്ള ക്ലൈമാക്സിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിന്റെ ഒരു വെച്ച് സൗണ്ടിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു യക്ഷയായിട്ടുള്ളായിരുന്നു. അവൻ ഉണരില്ല. ഞാൻ ആ പാലിൽ കലക്കിയിരിക്കുന്ന ഗൗരവനക്കുരുവിന്റെ നീരിന് എങ്ങനെ ഒരു ഉന്മാദാവസ്ഥ സൃഷ്ടിക്കുവാൻ കഴിയും? സൂര്യമംഗലത്തെ സൂര്യദത്തൻ നമ്പൂതിരി നിത്യബ്രഹ്മചാരിയാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റിയടി. 16-ാം വയസ്സിൽ കുളക്കടവിൽ ചത്തുപൊങ്ങിയ വേലക്കാരി നങ്ങേലി മുതൽ ഒരുപാടുണ്ട് സൂര്യ നമ്പൂതിരിക്ക് കഥകൾ. ഇപ്പോഴും ആ കരുത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ലടി. നല്ല ഒബ്സർവേഷൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് നല്ല ഒബ്സർവേഷൻ ആണ്. ഇപ്പം അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന സമയത്തേക്ക് അദ്ദേഹത്തിന്റെ സൗണ്ടിലുണ്ടായ വ്യത്യാസം, അതും പകൽപൂരം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഏതാ ഡയലോഗ് എന്നൊക്കെ ഓർത്തു. പക്ഷെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ജാഫ്രിഡിക്ക് അദ്ദേഹത്തിന്റെ ആദ്യം സീരിയലിലൂടെ സ്കിറ്റുകളൊക്കെ കണ്ട ശബ്ദങ്ങൾ എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകൾ അതിൽ വെച്ച ഒരു വെറൈറ്റി. മകേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ അച്ഛൻ ക്യാരക്ടർ ചെയ്തപ്പോൾ ശബ്ദം. മോളെ കൊറിയേജൻ ചോദിച്ചു മോൾക്കൊരു കല്യാണാലോചന കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു മോളോട് ചോദിച്ചിട്ട് പറയാണ്. ചെറുക്കൻ കാനഡയിലെ നേഴ്സാ. കുമ്പിളപ്പൊന്നും ഇവിടെ നടക്കണോ അതോ ലോകം മൊത്തം കറങ്ങി കാണണോ? മോൾ ആലോചിക്ക്. ചാച്ചനേക്കാളും വിദ്യാഭ്യാസം ലോകപരിചയമൊക്കെ മോൾക്കുണ്ട്. മോൾ ആലോചിക്ക്. അടിപൊളി അടിപൊളി. അപ്പോൾ അതേപോലെ തന്നെ സിദ്ദിഖ് സാറിനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ആ കോളം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ലാൽ സാർ കൂടെ വന്നാലേ നമുക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ അത് ലാൽ സാറിൻ്റെ ആ സൗണ്ട് കൂടി. അപ്പാടെ വീട്ടിൽ കയറി സമ്മതം ചോദിക്കാനുള്ള യോഗ്യതയെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സ് കണ്ടപ്പോൾ എൻ്റെ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ജാബർ ജാബ് കേൾക്കും. എനിക്ക് ഗ്ലാബറിനൊക്കെ ജാബറയും അത് കേട്ടിട്ട് ഒലത്തപ്പതോടുള്ള പബ്ബേ. അപ്പോൾ ഈ ചേർത്തലക്കാരനായ ഞങ്ങളുടെ നാട്ടുകാരനായ അനൂപ് ചന്ദ്രൻ അളിയാ ബികോമിന് പഠിക്കുന്ന സുഷമ ഞാനും പ്രേമത്തിലാ. നാളെ അവളുടെ കല്യാണമാ. ഇച്ചായനകത്തിന് ഈ അപ്പച്ചന് കള്ളു മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നേ. എന്നെ വേണേ ചീത്തയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ജീവൻ നമുക്ക് വേണ്ടി തന്ന ഈ ഒരു ട്രീറ്റ് എങ്ങനെയുണ്ടായിരുന്നു?
ഗംഭീരായിട്ടുണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ് പെർഫോമൻസ് ജീവൻ. നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളോട് ചോദിക്കാം. ജീവൻ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ അതേ ഫീലോട് കൂടി തന്നെയാണ് ജീവൻ ഇത് ചെയ്യുന്നത്. ഉല്ലാസേട്ടാ നല്ല ശബ്ദമാണ്, നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, നല്ല ബേസ് ശബ്ദത്തിൽ. ഈ നല്ല ശബ്ദം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സൂയാണ് ഇങ്ങനെയുള്ള ടീമുകളുടെ. എൻ്റെ ചെറിയ സൗണ്ട് കീ എന്നുള്ള സൗണ്ട് എൻ്റെ അപ്പോൾ ഈ വലിയ സൗണ്ട് കേൾക്കുന്നവർ നല്ല ശബ്ദമുള്ള ആളുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. സൂപ്പറായിരുന്നു, എല്ലാം നല്ലപോലെ എല്ലാ സൗണ്ടും നന്നായിട്ടാണ് ചെയ്തത്. പിന്നെ ബാബു നമ്പൂരി സാറിൻ്റെ ശബ്ദം ഈ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ട് എല്ലാവരും സത്യത്തിൽ അങ്ങനെ ഒരു രീതി മോഡുലേഷനിലാണ് എല്ലാ ചെയ്യാറുള്ളത്. ഇത് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ആ പിച്ചിൽ ചെയ്തു. അതെല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ സ്റ്റാറും നന്നായിരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വെറൈറ്റി ആയിരുന്നു. ഒരുപാട് ഉയരങ്ങളിലെത്തും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, പ്രാക്ടീസ് ചെയ്യുക. മേളിൽ ഇരിക്കുന്നവരെല്ലാം കാണുന്നുണ്ട്, രക്ഷപ്പെടും. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ ജീവൻ, സോ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീണ്ടും കാണണം. തീർച്ചയായും. താങ്ക് യു. ആശാനെ, പഴയതുപോലെ ശ്വാസം വലിക്കാനൊന്നും വയ്യ. ഇങ്ങനെ ശ്വാസം വലിക്കാനൊന്നും വയ്യ. വയറ് കുറയ്ക്കണം. വയറ് കുറയ്ക്കണം. വയറ് കുറയ്ക്കാൻ എന്താ ചൂടാ? ഓടിയാ മതി. ഓടിയാ മതിയാ? അങ്ങനെയാണെമ്പോൾ കേരളത്തിൽ ഏറ്റവും ചെറിയ വയർ എനിക്കാണോ ആവേണ്ടത്? അതെങ്ങനെയാ? എൻ്റെ പരിപാടി കഴിഞ്ഞ് നാട്ടുകാർ ഓടിക്കുമ്പോൾ ഞാൻ ഓടുന്ന ഓട്ടത്തിന് ഈ ലോകത്ത് ഏറ്റവും ചെറിയ വയർ എൻ്റെ ആവേണ്ടത് അന്നേന്നല്ല ചോദിച്ചത്. അപ്പൊ പിന്നെന്തോ ചെയ്യും? എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് പഞ്ചായത്ത് റോഡിൽ കൂടെ 2 സ്റ്റെപ്പ് നടക്കാൻ പറ്റുമോ? നടക്കാൻ നമ്മുടെ പഞ്ചായത്ത് റോഡിൽ ഒരടി പോയിട്ട് 2 അടി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതെന്ത്? ഒന്നി ടിപ്പർ അടിക്കും അല്ലെങ്കിൽ പട്ടി കടിക്കും. പിന്നെ എങ്ങനെയാടാ നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നമ്മൾ നടക്കുന്നത്? അപ്പൊ പിന്നെ എങ്ങനെ വയറ് കുറയ്ക്കും? വയറ് കുറയ്ക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ ഈ വയറ്റോട് തള്ളത്തില്ലേ, അത് കുറച്ച് തള്ളിയാൽ മതി. പ്രത്യേകിച്ച് നീ. എന്നിട്ട് എൻ്റെ വയറ് കുറ. ആശാനെ, ആശാന്റെ വീട്ടിലെ വേലക്കാരി നാളെ കരഞ്ഞോണ്ട് പോകണം, ഞാൻ കണ്ടു. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒപ്പിക്കില്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ അവളെ ഒന്ന് തല്ലി, അത്രേ ഉള്ളൂ, അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. അയ്യോ, ആശാന്റെ സ്ത്രീകളെ തല്ലാനോ? എന്റെ ആശാൻ ഇത് പുറത്തിറങ്ങാണ്ടല്ലോ, നിങ്ങൾ ആ കട്ടയമട മടങ്ങി പോകും. എന്താ കട്ടാമടേ? അവളെ ഞാൻ കൊന്നാനെ. എന്റെ ഈ സാധനം എടുത്ത് വെച്ചിട്ട് അടുപ്പ് ഊതുന്നു, നീ ഊതുന്നു. അവളെ അവനെ എന്ത് ചെയ്യണം? ഞാൻ കൊല്ലണ്ടേ അവളെ? അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആശാനെ, ആഡിറ്റോറിയം കൊള്ളാല്ലേ? ആശാനെ, ഈ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയും, ശരിയാണോ? പിന്നെ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. വിവാഹം മാത്രമേ സ്വർഗത്തിൽ വെച്ച് നടക്കൂ, ബാക്കിയെല്ലാം നരകത്തിലാണ് നടക്കുന്നത്. പിന്നൊരു കാര്യം, തമാശ പറഞ്ഞെങ്കിൽ എന്റെ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടന്നു. ആണോ? അതെവിടെ? സ്വർഗം ഓഡിറ്റോറിയം ചിറ്റുമൂല. എന്റെ ആശാനെ, അതല്ല. ഈ വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുമല്ലോ, അതാ ചോദിച്ചേ. അത് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ ആൾക്കാർ പറയുന്നില്ല. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വായിക്കാൻ വിളിക്കത്തില്ലേ? ഇവിടെ നാദസ്വരം വായിക്കാൻ വിളിക്കത്തില്ലേ? എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ട് വന്നേനെ. ഇപ്പോ ഞാൻ എന്റെ തകലി കൊണ്ട് പോയത്. പിന്നെ അയ്യോ, ഞാനത് ഓർത്തില്ല. പിന്നെ ആശാനെ, അതും അങ്ങ് വിശ്വസിച്ച് എന്തിന് പോഴനോ. അല്ല ആശാനെ, ഈ കല്യാണം നടക്കുന്ന ആഡിറ്റോറിയം ഇത് തന്നെയാണോ? നമ്മളിനി താമസിച്ചു പോയതാ? ഇനി ഒന്നാമത് അരമണിക്കൂർ താമസിച്ചാൽ മതി. നീ എന്നോട് എന്നെ പറഞ്ഞ ആദ്യം കേട്ടാത്. അരമണിക്കൂർ താമസിച്ചാൽ ആരാ കാരണക്കാരൻ? ആരാ? നീ തന്നെ കാരണക്കാരൻ. അയ്യോ, പറയണ കേട്ടാത്തൊന്നും എല്ലായിടത്തും നേരത്തെ തലേ ദിവസം ചെന്നങ്ങ് കിടക്കുകയാണെന്നു. നീ എവിടെ ഏത് സ്ഥലത്ത് നേരത്തെ വന്നിട്ടുണ്ടോ? നീ എന്റെ ആശാൻ, അത് എന്റെ കുറ്റം കൊണ്ടല്ല. ആരുടെ കുറ്റം? ഞാൻ ഈ പരിപാടിക്ക് പോകാനായിട്ട് തകിലെടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലും. തകില് കാണത്തില്ല ആശാനെ. ഈ തകിലിന് എന്തോ ദിവ്യ ശക്തിയുണ്ട്, അത് ഉറപ്പാശാനെ. അതെ, ദിവ്യശക്തി ഒന്നും അല്ലടാ. പിന്നെ എടാ, നീ ഈ തകിലിന്റെ പുറത്തിട്ട് തല്ലി അല്ലേ നീ നാട്ടുകാരുടെ പൈസ മേടിക്കുന്നത്? ആണോ? അപ്പൊ ഈ തകിലിനും ഒരു ആഗ്രഹം കാണില്ലേ നിനക്ക് ഒരു തല്ല് കൊള്ളണമെന്ന്? അതുകൊണ്ട് നീ എടുക്കാൻ ചെല്ലുമ്പോൾ അത് പോയി ഒളിച്ച് മാറി പാത്തിരിക്കുന്നതാണ്. ഞാൻ കാര്യം പറയാം, എന്നെ കളിയാക്കരുത്. ഇനി നിങ്ങളോട് കൊട്ട എന്നെ കിട്ടത്തില്ല. എന്നാ പിടിച്ചോ. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് മാത്രമേ ഈ സ്ഥാനത്തിന് കൂടെ അടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഊതിയാ മതിയോ? അടിക്കാൻ നിൽക്കുന്നില്ല. കുട്ടനാട് വേണ്ട പൊട്ടി. ഒരു കാര്യം ചെയ്യും, ആശ എന്നെക്കാളും വിദഗ്ധനായ ഒരു തകല് കൂട്ടുകാരനെ വിളിച്ചങ്ങ് കൊട്ടിക്കോ. ഞാൻ വിദഗ്ധനായ തകലുകാരനെ വിളിക്കത്തില്ല.
അത് ആ വിളിച്ചാലേ അവനറിയാം, എനിക്കറിയാൻ പറ്റാ ഞാൻ അവൻ്റെ കൂടെ അങ്ങനെ ഊതിയെത്താനാ. അതുകൊണ്ട് ഞാൻ വിദഗ്ധന്മാരെ ഒന്നും വിളിക്കത്തില്ല, നിന്നെ പോലെ ഒരു പൊട്ടനെ ഞാൻ വിളിക്കത്തുള്ളൂ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ മൊബൈൽ കണ്ടാ മൊബൈലാ എന്നാ വിളിച്ചോ, എനിക്കെന്ത്, ആരേ വിളിക്ക്. ഇതാ ഹലോ ഹലോ, സദാശിവം മേശ്രിയാണോ? എന്തോ? അയ്യോ, മേശ്രി എന്ന് പറഞ്ഞത് എന്നാ കോൺട്രാക്ടർ ആണോ? സദാശിവം കോൺട്രാക്ടർ ആണോ? ആ, എനിക്ക് ഒരു ബംഗാളിയെ വേണമായിരുന്നു. ആ, തകല് വായിക്കാവുന്ന ഒരു ബംഗാളി. അല്ല ചാനെ, ഞാൻ വേണ്ട വേണ്ട, നീ കൊട്ടുന്നില്ല പറഞ്ഞു. നീ മാറ നീ മാറ നീ മാറ നീ മാറടാ നീ മാറ നീ മാറടാ നീ മാറ. അല്ല അല്ല, നിനക്ക് വലിയ പ്രയാസമല്ലേ കൊട്ടൻ എൻ്റെ കൂടെ, ഞാൻ ആളിനെ നോക്കിക്കോളാം. ഹലോ, ആ എങ്ങനെ 10 പേരെ തരാന്ന്? 10 പേരെ തകലിക്കാർ 10 പേര് വരുമെന്ന്. 10 പേര്. അല്ല ചാനെ, ഒരു കാര്യം ചോദിച്ചോട്ടാ, ആശാ ഈ 10 തകലിയാരെ വിളിച്ചത് കോൺക്രീറ്റ് ഉഴക്കാനാണോ അതോ തകലടിക്കാനാണോ? അല്ലടാ, നിനക്ക് മണിമാളിക പണിയാൻ അവരെ വരുത്തുന്നത്. സംസാരിക്കട്ടെ. ഹലോ, ആ 10 പേരെ. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് എടുത്തോളാം. പിന്നെ എന്താ നാസരം വയ്ക്കാൻ ആൾ വേണമെന്നോ? എന്റെ കഞ്ഞി പാർട്ടിയിടാൻ പറഞ്ഞു. അല്ല ചാനെ, ഇത് തന്നെയാണ് ആഡിറ്റോറിയം, ഉറപ്പാണ്? ഇത് തന്നെ ഓഡിറ്റോറിയം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വായിക്കാം. ഓ, വായിക്കുമ്പോൾ ആരെങ്കിലും വരുമല്ലോ. സാധാരണ ആശാൻ വായിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് ഓടാറാണ് പതിവ്. ഇതുകൊണ്ട് ഞാൻ തലക്കടിക്കും, മനസ്സിലായോ? ഇരി, ഒന്ന് വായിച്ചു നോക്കാം. ഓ, ആരെങ്കിലും വരുമോ നോക്കാം. കണ്ടാ, നീയല്ലേ പറഞ്ഞ ആൾ ഓടുമെന്ന്? ആള് വന്നല്ല. കണ്ടാ, ചിരി കണ്ടാ? ഇപ്പോഴാ ശ്രദ്ധിച്ചത്. കല്യാണ ചെക്കനെ തന്ത പോയിരിക്കുന്നു അപ്പൻ അച്ഛൻ. അത് കല്യാണ ചെക്കൻ്റെ അച്ഛനല്ല, പിന്നെ? കല്യാണ ചെക്കനാ. കല്യാണ ചെറുക്കനല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ 2ാം കെട്ടാന്നോ? അല്ല പിന്നെ ഇവിടെ കണ്ട കാര്യം. അല്ല, നിങ്ങളെന്താണ് ഇവിടെ? ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങളുടെ കല്യാണത്തിന് വായിക്കാനായിട്ട് വന്നു, ഉദാനായിട്ട് കച്ചേരി. ആര് ക്ഷണിച്ചേ? നിങ്ങളല്ലേ ക്ഷണിച്ചത്? ഇല്ല അതല്ല, നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിലായില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോ ചിരി വരും കേട്ടോ. അല്ല, അത്രയ്ക്ക് മനസ്സിലാക്കുമ്പോ അത്രയ്ക്ക് വൃത്തികേടാണോ നിങ്ങളുടെ സ്വഭാവം? അതല്ല പിന്നെ ഇത്രയും എടോ മിസ്റ്റർ, ഞാൻ ലോകം അറിയുന്ന ഒരു നാദസ്വര വിദ്വാനാണ്. എന്റെ പേര് ചെമ്പൈ സുഗുണൻ. ചെമ്പൈ സുഗുണൻ, സുഗുണൻ. അതോ? ഞാൻ പ്രശസ്ത തകില് വിദ്വാൻ. പറയട്ടെ, ഇസൈ മാമണി കലേച്ച ഗുണൻ. എടാ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞോണ്ട് ഈ പേര് പറയുമ്പോ വാപത്തി പറയണമെന്ന്. വാപത്തിയെ പേര് പറഞ്ഞേ. ഇപ്പൊ നിന്റെ കൈയല്ലേ നനഞ്ഞോളൂ, ഞാൻ കുളിച്ചില്ലല്ലോ. അല്ലെ, നിങ്ങൾ ഭയങ്കര വിദ്വാൻമാരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, അങ്ങനെ കളിയാക്കരുത്, അങ്ങനെ കളിയാക്കരുത്. എന്റെ തകില് വായന കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതാ നിങ്ങൾ ടി വിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ ടി വി കാണുന്നത്? ഇറച്ചി വീട്ടുകാരനെ ആരെങ്കിലും വിളിച്ച് പൂജാരിയാക്കും. അത്രയ്ക്ക് വലിയ തകല് വിദ്വാനാ. ഞാൻ നാസരം വായിക്കും, വീട്ടിലുമായിട്ട് നാസരം വായിച്ച് ഞാൻ മഴ പെയ്ച്ചിട്ടുണ്ട്. മഴ പെയ്ച്ചിട്ടുണ്ട്? പിന്നെ അതെ, മഴ പെയ്ച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാം. അതായത് ഒരു സ്ഥലത്ത് ആശാന്റെ കച്ചേരി, ആശാൻ ഇങ്ങനെ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് നിർത്തിക്കാനായിട്ട് ആളുകൾ വന്ന് സ്റ്റേജിന് തീയിട്ട്. എന്നിട്ട് തീയിട്ടിട്ട് പറയട്ടെ, ഞാൻ മഴ പെയ്ത കാര്യം പറയരുത്. പറയാം. അപ്പൊ അത് അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വന്ന് വെള്ളം ചീറ്റിച്ച്. അതാണോ മഴ പെയ്യണേ? എന്താ വെളിയിൽ നിന്ന് വെള്ളം വീഴുന്നല്ലയോ മഴ? വെളിയിൽ നിന്ന് വെള്ളം വീടുന്ന എല്ലാം മഴയല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ താഴെ നിന്ന് മേളോട്ടായിരിക്കും വെള്ളം വീഴുന്നത്. നിങ്ങൾ ഇവിടെ വന്നതിനാണെന്ന് മനസ്സിലായില്ല. ഇതല്ല ഓഡിറ്റോറിയം. കല്യാണ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അവിടെ ബഹളം കേൾക്കുന്നില്ലേ അപ്പുറത്ത്? അവിടെയാണ് ഓഡിറ്റോറിയം. അവിടെയാണോ ഓഡിറ്റോറിയം? അവിടെ നീ ആൾക്കൂട്ടം, അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്ന കേട്ടാ. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഏതോ നാദസ്വരക്കാർ ചെന്നില്ലെന്നും പറഞ്ഞാണ് അവിടെ ബഹളം നടക്കുന്നത്. കല്യാണത്തിന് വായിക്കാൻ സമയത്തിന് അവർ എത്തിയിട്ടില്ലെന്നും പറഞ്ഞാൽ അവിടെ ബഹളം നടക്കുന്നു. മുഹൂർത്തം കഴിഞ്ഞു. ആശാനെ, മാറി മാറി സ്ഥലം മാറി അതിനെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോയാലോ? നീ കയറി ചെന്നോട്. നീ കിടുന്നൊന്നും നിനക്ക് പോരായോ? ഇവിടെ കല്യാണം കഴിച്ചു ചെമ്പൻ കഴിഞ്ഞ് ആട് കിടന്നിട്ട് പൂട പോലും കാണത്തില്ല. ഇനി അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ. പിന്നെ വീട്ടിലോട്ട് അങ്ങനെ പോകും? കയ്യിൽ വല്ലതും ഉണ്ടോ? അതിന് പണിയുണ്ട്, നീ സമാധാനമായിട്ട് നിൽക്കി, ഇപ്പം കാണിച്ചു തരാം. എൻ്റെ കൂടെ നിന്നാൽ മതി. പോഴത്തൊരൊന്നും പറയലടാ കാല. അതെ മിസ്റ്റർ ഉല്ലാസ്, മിസ്റ്റർ ബിനു, ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒരു പെർഫോമൻസ് 2 റൗണ്ട് പെർഫോമൻസ് ചെയ്തിരുന്നു. അത് സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് കണ്ട് പരിഗണിച്ച് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഓ അതെ, അങ്ങനെയോ?
ഞാൻ പറഞ്ഞില്ലേടാ, പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾ 10 പൈസ ഒപ്പിക്കാം. ഹലോ ശിവൻ ചേട്ടാ, എനിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. നിങ്ങളുടെ കല്യാണത്തിന് വരാനിരുന്ന ടീമുകളാണെന്ന് തോന്നുന്നു 2 നവസരക്കാർ ദേ ഇവിടെ നിൽപ്പുണ്ട്, ഞങ്ങളുടെ ഫ്ലോറിലുണ്ട്. വന്നാൽ ഇപ്പം കൈയോടെ പിടികൂടാം. അങ്ങനെ ഇപ്പൊ കൈയോടെ പിടിപ്പിക്കുന്നില്ലെങ്കിലോ? ഞങ്ങളിവിടെ നിന്നാലല്ലേ പിടിക്കത്തുള്ളൂ. ഓടാ, പിന്നെ വായി നോക്കി നിൽക്കാതെ. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോ പുതുമയുള്ള കാഴ്ചകളുമായി വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ.